നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ലാലിഗയിൽ FC ബാഴ്സലോണ നാളെ കളിക്കാൻ ഇറങ്ങിയാണ്. എതിരാളികൾ ഒസാസുനയാണ്. നാളെ രാത്രി ഇന്ത്യൻ സമയം 11 മണിക്ക് ക്യാമ്പ് നൗവിലാണ് ഈ കളി നടക്കുന്നത്. ഇതിന് മുന്നോടിയായിട്ട് ഇന്ന് ഹൻസി ഫ്ലിക്ക് മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹത്തോട് സ്വാഭാവികമായിട്ടും സാബി അലോൺസയെക്കുറിച്ച് ചോദിച്ചു. കാരണം സാബി FC ബാഴ്സലോണയുടെ ചിരവൈരികളായ റയലിൻ്റെ കോച്ചാണല്ലോ. അവിടെ ഇപ്പോൾ കാര്യങ്ങൾ അത്ര സ്മൂത്തല്ല. സാബി കോച്ചായി വന്നിട്ട് 6 മാസമൊക്കെ ആവുന്നേ. അപ്പോഴേക്കും മീഡിയ ഒക്കെ വലിയ രൂപത്തിൽ അദ്ദേഹത്തെ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. അദ്ദേഹം പുറത്തേക്കോ അകത്തേക്കോ എന്ന കാര്യത്തിൽ ഒരു ഉറപ്പില്ലാതെ നിൽക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഫ്ലിക്കിനോട് മാധ്യമങ്ങൾ ഇത് ചോദിച്ചു. അതായത് സാബി അലോൺസോയെ ഈ 6 മാസം കൊണ്ട് നല്ല രൂപത്തിൽ വിമർശനം കൊണ്ട് മൂടുകയാണല്ലോ. മീഡിയ കോച്ചുമാരോട് അൺഫെയർ ആയിട്ടാണ് പെരുമാറുന്നത് എന്ന അഭിപ്രായമുണ്ടോ? ഫ്ലിക്കിൻ്റെ മറുപടി, ഈ ഒരു ടോപ്പിക്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരുപാട് സംസാരിക്കാം, അതിനുള്ള വിഷയമുണ്ട്. പക്ഷേ ഇപ്പോൾ ഞാൻ അതിന് മുതിരുന്നില്ല. പിന്നെ ഞാൻ ഓൾറെഡി നിങ്ങളോടൊക്കെ പറഞ്ഞിട്ടില്ലേ, ഞാൻ റയൽ മാഡ്രിഡിനെ കുറിച്ച് സംസാരിക്കാനില്ല, ബാഴ്സയെക്കുറിച്ച് മാത്രമേ സംസാരിക്കുന്നുള്ളൂ. അതുകൊണ്ടാണല്ലോ ഞാൻ ഇവിടെ ഉള്ളത്. ഐ ആം സോറി, ഈ വിഷയത്തിൽ എനിക്കൊന്നും പറയാനില്ല എന്നാണ് കോച്ച് മറുപടി പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തോട് വീണ്ടും ചോദിക്കുന്നുണ്ട്, അടുത്ത കളി വിജയിക്കുകയാണെങ്കിൽ നിങ്ങൾ വീണ്ടും നല്ല ഒരു മാർജിനിൽ മുന്നോട്ടേക്ക് പോകുമല്ലോ, റയലുമായി ബന്ധപ്പെട്ട് നിങ്ങൾ 7 പോയിൻ്റ് മുന്നിലേക്ക് എത്തുമല്ലോ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മറുപടി പറയുന്നത്, റോഡ് ഇനിയും ഒരുപാട് മുന്നിലുണ്ട്, ഒരുപാട് ദൂരം ഇനിയും മുന്നോട്ട് പോകാനുണ്ട്. നമ്മളിപ്പോൾ ഡിസംബറിൽ മാത്രമേ എത്തിയിട്ടുള്ളൂ. ഒരുപാട് മത്സരങ്ങൾ ഞങ്ങൾക്ക് ഇനിയും കളിക്കാനുണ്ട്. സോ ഞങ്ങളുടെ കാര്യത്തിൽ മാത്രമേ ഇപ്പോൾ ശ്രദ്ധിക്കുന്നുള്ളൂ. ഞങ്ങൾക്ക് എല്ലാ മത്സരങ്ങളും വിജയിക്കാനുള്ള ക്വാളിറ്റി ഉണ്ട്, അതാണ് ഞങ്ങൾക്ക് വേണ്ടതും. ഇനിയും ഒരുപാട് ഞങ്ങൾക്ക് ഇമ്പ്രൂവ് ആവാനുണ്ട് എന്നുകൂടി ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ ഞങ്ങൾ അതിലാണ് ഫോക്കസ് ചെയ്യുന്നത്. ഏതായാലും ഞങ്ങൾ ഇപ്പോൾ സ്റ്റാൻഡിങ്സിൽ ഇപ്പോഴുള്ള സ്റ്റാൻഡിങ്സിൽ നോക്കുന്നതിൽ കാര്യമില്ല, പക്ഷേ ഞങ്ങൾ ടോപ്പിലാണ് എന്നുള്ളതിൽ ഹാപ്പിയാണ്. പിന്നെ റൈറ്റ് ആറ്റിറ്റ്യൂഡ് ഞങ്ങളെ അഡാപ്റ്റ് ചെയ്യുക, ഞങ്ങളുടെ കാര്യത്തിൽ ഫോക്കസ് ചെയ്യുക. അറ്റ് ദി എൻഡ് ഓഫ് ദി സീസൺ ഇഫ് യു ആർ ഇൻ ദാറ്റ് പൊസിഷൻ യു ഹാവ് ഏൺഡ് ഇറ്റ്, ബട്ട് റൈറ്റ് നൗ ദി റോഡ് ഈസ് സ്റ്റിൽ ലോങ് എന്നാണ് അദ്ദേഹത്തിൻ്റെ മറുപടി വന്നത്. ഏതായാലും 16 കളി 40 പോയിൻറ്റുമായിട്ട് ബാഴ്സ ഒന്നാമത്, 16 കളി 36 പോയിൻറ്റുമായിട്ട് റയൽ രണ്ടാമത്. ഇതാണിപ്പോൾ ലാലിഗയിലെ അവസ്ഥ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.